നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഒരു കാലത്ത് അരൂരിൻ്റെ നെല്ലറയായിരുന്നു കുമ്പഞ്ഞി പാടശേഖരം. ഇന്നവിടെ നെൽകൃഷി തരിമ്പുമില്ല. കുമ്പഞ്ഞി പാടശേഖരത്തെ സംരക്ഷിക്കാനായി രൂപം കൊണ്ട കർഷക സംഘത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ഇന്നത്തെ വിശേഷം. 1957 മുതൽ പ്രവർത്തിച്ചു വരുന്ന കുമ്പഞ്ഞി കർഷക സംഘത്തിന്റെ പുതിയ ഭാരവാഹികൾ എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് 4 അംഗ സംഘം ചന്തിരൂരിൽ പത്രസമ്മേളനം നടത്തി. അൻവർ പാളയത്തിൽ പുതിയ പ്രസിഡന്റായും, PN വിജയൻ പുതിയ സെക്രട്ടറിയായും, UC ഷാജി ഖജാൻജിയായും, TA അബ്ദുൽ ഖാദർ മാഷ് വൈസ് പ്രസിഡന്റായും, ഷിയാസ് ജോയിൻ സെക്രട്ടറിയായും, JR അജിത്ത് ഉൾപ്പെടെ 9 കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടുത്തിയും പുതിയ ഭരണസമിതി നിലവിൽ വന്നതായി സംഘം പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 1957 ഈ 12 അംഗങ്ങൾ ചേർന്നുകൊണ്ട് രൂപീകൃതമായ ഒരു സംഘമാണ് കുമ്പഞ്ഞി കർഷക സംഘം. അതിൻ്റെ ആദ്യകാല പ്രവർത്തനത്തിൽ 22 അംഗങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത്. ഇത് 200 ഏക്കറിലായിട്ട് 1400 പറ വിത്ത് വിതയ്ക്കുന്ന തരത്തിലുള്ള ഒരു പാടശേഖരമായിരുന്നു കുമ്പഞ്ഞി പാടശേഖരം. അത് ഏതാണ്ട് ഇന്ന് 246 അംഗങ്ങളുമായിട്ട് വിഭജിച്ച് പോയിട്ട് ആ പാടശേഖരം നിലനിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ 1975 ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ നെൽകൃഷി ആദായകരമല്ലാതെ വന്ന സാഹചര്യത്തിൽ മത്സ്യകൃഷിയും കൂടി അതിനോടൊപ്പം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ് തുടക്കം കുറിച്ചുകൊണ്ട് മത്സ്യകൃഷിയിലേക്ക് വ്യാപൃതമായി. എന്നാൽ പിന്നീട് 2010 നെൽകൃഷിയും നഷ്ടത്തിലായതോടുകൂടി പൂർണ്ണമായിട്ടും നെൽകൃഷിയിൽ നിന്ന് അംഗങ്ങൾ മാറിപ്പോവുകയും കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിക്കൊണ്ട് മുന്നോട്ട് പോയതാണ്. എന്നാൽ കുറച്ച് വർഷങ്ങളായിട്ട് വീണ്ടും നെൽകൃഷി നടത്തി സംഘത്തിന് പോലും മുതലാക്കി പോകാൻ പറ്റിയില്ല. 1 കിലോ നെല്ലിന് 250-300 രൂപ ചിലവ് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കൃഷിഭവനിൽ നിന്ന് യാതൊരുവിധ കാർഷിക ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. മുന്നിക്കാതെ വന്നൊരു സാഹചര്യത്തിലാണ് സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മത്സ്യകൃഷി ആദായകരമായി നടത്തി പോവുകയായിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 2-ാം തീയതി പത്രപരസ്യം കൊടുത്തുകൊണ്ട് നോട്ടീസ് അടിച്ച് അംഗങ്ങളെ അറിയിച്ചുകൊണ്ടാണ് ലേലപ്പൊതുയോഗം സംഘടിപ്പിച്ചത്. ആ ലേലപ്പൊതുയോഗത്തിലേക്ക് അനധികൃതമായിട്ട് കുറച്ച് ആളുകൾ കടന്നു വരികയും ആ ലേലപ്പൊതുയോഗം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാം, ഈ പ്രദേശങ്ങളിൽ അരൂർ പഞ്ചായത്തിലെ ഒരു പ്രദേശത്തും നെൽകൃഷി ഇന്നും നിലവിലില്ല. കർഷക തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ കൽപ്പണിക്കും മറ്റ് ആവശ്യങ്ങൾക്കും മറ്റ് പണികൾക്കുമായി പോകുന്ന ആളുകളാണ് ഹാളിലേക്ക് വന്നുകൊണ്ട് നടപടിക്രമങ്ങളെ തടസ്സപ്പെടുത്തിയത്. എന്നാൽ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കർഷക സംഘം പ്രസിഡന്റിന്റെ ചില കൈകൾ ഉള്ളതായിട്ട് പിന്നീട് നടന്ന ലേലങ്ങളിലുമൊക്കെ ഇത് തടസ്സപ്പെടുത്തി മുന്നോട്ട് പോയപ്പോൾ ആ തടസ്സപ്പെടുത്താൻ വന്ന ആളുകൾ തന്നെ വീഡിയോയിലൂടെ അവർ സംസാരിക്കുന്നത് നമുക്ക് വ്യക്തമായി അതിന്റെ വീഡിയോ ക്ലിപ്പ് നമ്മുടെ കൈവശിരിപ്പുണ്ട്. കുമ്പഞ്ഞി കർഷക സംഘത്തിലെ ചേരിതിരിവും അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പരമുള്ള ആരോപണങ്ങളും പ്രകടമാക്കുന്നതായിരുന്നു പത്രസമ്മേളനം. സർക്കാരിൽ നിന്ന് കർഷക സംഘത്തിന് ആവശ്യമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും സംരക്ഷിക്കാനുമാണ് കുമ്പഞ്ഞി കർഷക സംഘം 1957 നിലവിൽ വന്നത്. നെൽകൃഷി നഷ്ടത്തിലായപ്പോൾ ഭാഗികമായി മത്സ്യകൃഷിയും 1975 മുതൽ കുമ്പഞ്ഞി പാടശേഖരങ്ങളിൽ നടത്തിയിരുന്നു. വർഷങ്ങളായി ലേലം നടത്തിയാണ് മത്സ്യകൃഷി അനുവദിക്കുന്നത്. ഇപ്രകാരമുള്ള വരുമാനം ഉൾപ്പെടെയുള്ള കർഷക സംഘത്തിന്റെ കണക്കുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നും ഭരണഘടനയ്ക്ക് വിരുദ്ധമായി 3 വർഷത്തിലധികം ഒരാൾ മുഖ്യ ഭാരവാഹിത്വം വഹിക്കുകയാണെന്നും പത്രസമ്മേളനത്തിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടു. മത്സ്യകൃഷി ലേലം അകാരണമായി നീട്ടിക്കൊണ്ടുപോവുകയാണെന്നും കമ്മിറ്റി അംഗമായ JR അജിത്തിനെ കാരണം കൂടാതെ പുറത്താക്കിയെന്നും ആരോപണമുണ്ടായി. നിലവിൽ കുമ്പഞ്ഞി കർഷക സംഘത്തിന്റെ പൊതുയോഗം കൂടുന്നതിനെതിരെ ചേർത്തല മുനിസിപ്പൽ കോടതിയിൽ നിന്ന് സ്റ്റേയും വാങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ സംപ്രേഷണം ചെയ്യുകയാണ്. അംഗങ്ങളോടുള്ള താല്പര്യത്തെക്കാൾ ഉപരി ഈ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്നുള്ളത് പ്രസിഡന്റിന്റെ കൂടെ ഉദ്ദേശമാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും നമുക്ക് ഇത് സംബന്ധിച്ച് ഒരു ലേലം കൂടെ നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നവംബർ മാസം 8-ാം തീയതി കുമ്പഞ്ഞി കർഷക സംഘത്തിൻ്റെ ഒരു ലേല പൊതുയോഗം കോൺട്രാക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ലേലം സംഘടിപ്പിക്കുകയും ആ ലേലത്തിൽ വെച്ച് കഴിഞ്ഞ 3 ലേലങ്ങളിൽ നടന്ന സംഘർഷാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടും അതുപോലെ തന്നെ ലേല വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ നോട്ടീസിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് പുതിയ ലേല വ്യവസ്ഥ പ്രസിഡന്റ് മുന്നോട്ട് വച്ചതിൻ്റെ സാഹചര്യം നവംബർ 1 മുതൽ മെയ് മാസം 30 വരെ നെൽക്കെട്ടും അതിനുശേഷം ജൂൺ 1 തൊട്ട് ഓഗസ്റ്റ് മാസം 15 വരെ വെള്ളം പറ്റിച്ചിടുകയും
അതിനുശേഷം ഓഗസ്റ്റ് 15 ശേഷം വീണ്ടും വെള്ളം കയറ്റിക്കൊണ്ട് നല്ല വെള്ളത്തിൽ മത്സ്യം വളർത്തുന്ന ഒരു സാഹചര്യം ഒക്ടോബർ 31 വരേക്ക് സംഘടിപ്പിച്ചപ്പോൾ ലേലം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 365 ദിവസത്തേക്ക് ലേലം കൊടുക്കുന്നതിന് പരസ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന കോൺട്രാക്ടർമാർ ഇത്തരം ഭീകരമായൊരു അന്തരീക്ഷം നിലനിൽക്കെ 70 ദിവസം വെള്ളം പറ്റിച്ചിട്ടുകൊണ്ട് മത്സ്യകൃഷി നടത്തി മുന്നോട്ട് പോകാൻ സാഹചര്യമില്ല എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലേലത്തുക കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ തുക 15 ലക്ഷം രൂപയ്ക്ക് വസീം എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ടർക്ക് ലേലം ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് അത് പ്രഖ്യാപിച്ചതിന് ശേഷം വൈകുന്നേരമായപ്പോൾ 8-ാം തീയതി വൈകുന്നേരം അദ്ദേഹം പറഞ്ഞു ലേലത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കമ്മിറ്റി കൂടി പുനഃപരിശോധന നടത്തേണ്ട ഒരു കാര്യമുണ്ടെന്നുള്ളൂ. അങ്ങനെ കമ്മിറ്റി കൂടിയപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റിയെല്ലാം തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. കാരണം ഈ ലേലം ഉറപ്പിച്ച കക്ഷിക്ക് തന്നെ ഉറപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം പറഞ്ഞു 17-ാം തീയതി നമുക്കൊരു പൊതുയോഗം വിളിച്ചു കൂട്ടിക്കൊണ്ട് ആ പൊതുയോഗത്തിൻ്റെ തീരുമാനം അനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി അയക്കേണ്ടതിന് ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് പൊതുയോഗം വിളിച്ചു. അജണ്ട വച്ചിരുന്ന വിഷയങ്ങളിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ കടക്കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തനമായിട്ട് പോയത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പുനർലേലം നടത്തുന്നതിന് നിലവിൽ കൊടുത്ത ലേലം അസ്ഥിരപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരു അംഗത്തെ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു കമ്മിറ്റി അംഗത്തെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭരണഘടന അനുസരിച്ച് അദ്ദേഹത്തിന് ചെയ്ത തെറ്റുകൾ എന്താണോ ആ കാര്യങ്ങളെപ്പറ്റി നോട്ടീസ് കൊടുത്ത് അതിൻ്റെ വിശദീകരണം സ്വീകരിച്ച് ആ വിശദീകരണത്തിന് തൃപ്തികരമല്ല എങ്കിൽ മാത്രമേ നമുക്ക് സംഘത്തിൻ്റെ കമ്മിറ്റിയിൽ നിന്ന് ചർച്ച ചെയ്യാതെ അദ്ദേഹത്തെ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രസിഡന്റ് പൊതുയോഗം പോലും ആവശ്യപ്പെടാതെ പുള്ളി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോയത്. അതിനുശേഷം അവിടെ കൂടിയിരുന്ന അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഈ തുടർന്ന് ലേലം ഈ പ്രാവശ്യം നടത്തേണ്ട എന്നൊരു സാഹചര്യത്തിലേക്ക് അഭിപ്രായപ്പെട്ടുവെങ്കിലും അതൊന്നും പൊതുയോഗ തീരുമാനമായിട്ട് വരാതെ ഈ 3 അജണ്ട നിലവിലെ ലേലം കൊടുത്തത് അസ്ഥിരപ്പെടുത്തുക, പുനർലേലം നടത്തുക, അതുപോലെ തന്നെ ഇദ്ദേഹത്തെ പുതുതായിട്ട് തെരഞ്ഞെടുപ്പ് പൊതുയോഗം വിളിച്ചു കൂട്ടുക, ഈ അജണ്ട മാത്രം വെച്ചുകൊണ്ടും അജിത്തിന് പുറത്തായിക്കൊണ്ടുള്ള തീരുമാനമാണ് അവിടെ പ്രഖ്യാപനം ഉണ്ടായത്. ഡിസംബർ മാസം 1-ാം തീയതി ഒരു തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്തുന്നതിനുള്ള കാര്യങ്ങളുമായിട്ട് അദ്ദേഹം ഏകപക്ഷീയമായിട്ട് പോവുകയാണ് ചെയ്തത്. ചൊവ്വാഴ്ച നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് ഞായറാഴ്ച പൊതുയോഗം വിളിച്ചു. ഈ ഭരണഘടന എന്ന് പറയുന്നത് സംഘത്തിൻ്റെ കണക്കുകളെല്ലാം തന്നെ കൃത്യമായിട്ട് പരിശോധിച്ച് ഓഡിറ്റ് ചെയ്ത് ആ കണക്ക് കമ്മിറ്റിയിൽ വെച്ച് പാസ്സാക്കി റിപ്പോർട്ടും വെച്ച് പാസ്സാക്കിയതിന് ശേഷം മാത്രമേ പൊതുയോഗത്തിൽ കൊണ്ടുവരാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ 1995 തൊട്ട് നാളിതുവരെയുള്ള കണക്കുകൾ പൊതുയോഗം അംഗീകരിച്ചിട്ടില്ല. 2012-ലാണ് പിന്നൊരു തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ കൂടെ പഴയ കണക്കുകൾ അവതരിപ്പിച്ചുവെങ്കിലും 15 കൊല്ലത്തെ കണക്ക് അവതരിപ്പിച്ചുവെങ്കിലും ആ കണക്കുകളൊന്നും തന്നെ കമ്മിറ്റിയോ പൊതുയോഗമോ അംഗീകരിക്കാത്ത കണക്കുകളായതുകൊണ്ട് വീണ്ടും അത് ഓഡിറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് മാറ്റിവെച്ചു. 2014 കൂടിയ പൊതുയോഗത്തിൽ വെച്ചു അന്നത്തെ സെക്രട്ടറി ആയിട്ടുള്ള സുനിൽ തെക്കേവടം സംഘത്തിൻ്റെ കണക്കുകളും ബുക്കുകളും എടുത്തുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ സജിയെ ഏൽപ്പിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് ഇവർ സെക്രട്ടറിയും ഇപ്പോഴത്തെ പ്രസിഡന്റും കൂടി ആ കണക്ക് സൂത്രത്തിൽ വാങ്ങിച്ചുകൊണ്ട് പോവുകയും കമ്മിറ്റി അറിയിക്കാതിരിക്കുന്നത്. 2-3 മാസങ്ങൾക്ക് ശേഷം ഈ സമയത്ത് റിപ്പോർട്ട് വരാതെയും ഓഡിറ്റിൻ്റെ കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓഡിറ്റർ പറയുന്നത് എൻ്റെ അടുക്കൽ നിന്ന് പ്രസിഡന്റ് സെക്രട്ടറിയുടെ കണക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുക്കൽ കണക്കൊന്നുകൊണ്ട് എനിക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നു. നിയമപരമായിട്ട് ഈ സംഘത്തിൻ്റെ ഭരണഘടന അനുസരിച്ചിട്ട് കണക്ക് റിപ്പോർട്ടും കമ്മിറ്റി പാസ്സാക്കണം. അതിന് മുമ്പായിട്ട് അംഗീകൃത ഓഡിറ്ററെ കൊണ്ട് ഓഡിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാനെന്നിരിക്കെ ഇദ്ദേഹം വീട്ടിലിരുന്നുകൊണ്ട് സ്വന്തം നിലയിൽ കണക്ക് തയ്യാറായി കൊണ്ടുവന്നുകൊണ്ട് പൊതുയോഗം വിളിക്കുന്നൊരു സാഹചര്യം. പൊതുയോഗം വിളിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് 10 പൈസ സംഘത്തിൻ്റെ കൈവശം നീക്കിയിരിപ്പില്ല എന്ന് പറയുകയും 17-24 വരെയുള്ള കണക്ക് പ്രകാരം അദ്ദേഹം ഇറക്കിയ നോട്ടീസിൽ 2,27,000 രൂപ നീക്കിയിരിപ്പ് കാണിക്കുകയും ചെയ്തു. എന്നാൽ കർഷക അംഗങ്ങൾക്ക് വീതിച്ചു കൊടുക്കാനുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിരിക്കത്തിന് ആർക്കും വീതിച്ചു കൊടുക്കാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും ഡിസംബർ 1-ാം തീയതി നടത്താൻ തീരുമാനിച്ചിരുന്ന പൊതുയോഗം സ്റ്റേ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയെങ്കിലും ആ മീറ്റിംഗ് പൂർണ്ണമാക്കാതെ അദ്ദേഹം അജി കയറി വന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാരണത്താൽ പ്രസിഡന്റ് സെക്രട്ടറിയും കൂടെ യോഗ ഹാൾ വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളതിനുകൊണ്ട് പോലീസ് എത്തുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘത്തിൻ്റെ മിനിറ്റ്സിൻ്റെ ഒരു സാഹചര്യമില്ല. അതിനകത്ത് എന്താണുള്ളത് മിനിറ്റ്സിൽ കണക്ക് ബുക്കാണെന്ന് പറയുന്നത് ഒരു രസമുണ്ടായിരുന്നു. കാരണം മിനിറ്റ്സിൻ്റെ അകത്ത് എന്ത് രേഖയിരുന്നൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ആർക്ക് പറയും. അങ്ങനെ ഒരു വ്യാജ പരാതി കൊണ്ടുപോയി അരൂർ പോലീസ് സ്റ്റേഷനിൽ അവർ സമർപ്പിക്കുകയുണ്ടായി. 2012 അന്ന് സെക്രട്ടറി ആയിരുന്ന ഭാസ്കരൻ പിള്ള വിളിച്ചുകൂട്ടിയ പ്രവർത്തന റിപ്പോർട്ടും കണക്കുമാണ്. ഈ റിപ്പോർട്ട് കർഷകങ്ങളുടെ മുമ്പിൽ വെച്ചത് 2010 വരെയുള്ള കണക്കാണ്. 2011-ലെയും 2012-ലെയും
കണക്കുകൾ ഇതിനകത്ത് ബോധ്യപ്പെടുത്തിയിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ കണക്കാണ്, 14 വർഷത്തെ കണക്കാണ്. ഒരു സംഘത്തിന്റെ സെക്രട്ടറി കൊണ്ടുവന്ന് വെച്ചതാണ്. 14 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു കണക്ക് കൊണ്ടുവന്ന് വെക്കുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് നാളിതുവരെ ഈ സംഘത്തിൻ്റെതായിട്ടുള്ള ഒരുവിധമായിട്ടുള്ള കണക്കുകളും പ്രവർത്തന റിപ്പോർട്ടും പൊതുയോഗം നേരെയോ വിളിച്ചിട്ടില്ല. പൊതുയോഗം വിളിക്കുന്നത് വാറ്റ് കോൺട്രാക്ട് കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് വിളിക്കുന്നത്, അല്ലാതെ കണക്കും കാര്യങ്ങളും ഈ കർഷകങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വിളിച്ചിട്ടില്ല. പിന്നെ നിലവിൽ ഈ സംഘം പ്രവർത്തിക്കുന്നത് കർഷക സംഘം 75 1957 ഉടമ്പടി പ്രകാരമാണെന്നുള്ളത് നേരത്തെ ഖജാൻജി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എന്നാൽ ഈ രേഖ 2016 ഇവർ പോയി ഒരു സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ആലപ്പുഴ രജിസ്റ്റർ ഓഫീസിൽ. ഏത് സംഘമാണ് പ്രവർത്തിക്കുന്നതെന്ന് കമ്മിറ്റിയിലുള്ളവർക്ക് ചോദിക്കാനുള്ള അവകാശമില്ലേ? നാളിതുവരെയുള്ള കണക്കുകളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക അഴിമതികളുണ്ട്. 196 ഏക്കറിനാണ് വീതിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങള് 2018 ഒരു പുതിയ ഭരണസമിതി വന്നപ്പോൾ കണക്കുകൾ ഖജാൻജി ഉൾപ്പെടെയുള്ളവരെ പരിശോധിച്ചപ്പോൾ 150-155 ഏക്കറിന് മാത്രമാണ് വീതിക്കുന്നത്. അപ്പം നാളിതുവരെ ആ കാലഘട്ടത്തിൽ ഈ 196 പറഞ്ഞ് ഞങ്ങളെ കബളിപ്പിക്കുകയായി. ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി ഇതിനകത്ത് നടന്നുണ്ട്. ഈ അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരണം. അതുകൂടാതെ കർഷക സംഘത്തിൽ നിന്ന് കാർഷിക ആവശ്യത്തിന് സബ് കമ്മിറ്റിയെ എടുത്തുകൊണ്ട് അതിന്റെ നേതൃത്വത്തിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കൃഷിപ്പണികൾ നടത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് കർഷക സംഘാംഗങ്ങളുടെ പൈസ എടുത്ത് ചെലവാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ സംഘത്തിലുള്ള ഇവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥമതികളായിട്ടുള്ള ആൾക്കാരുടെ മാത്രം പാസ്ബുക്ക് ഉണ്ടാക്കിക്കൊണ്ട് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഈ കാർഷിക സബ്സിഡികൾ വന്നതെല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് പോവുകയും പരിമിതമായ ആൾക്കാർ മാത്രമാണ് സംഘത്തിലേക്ക് കൊടുത്തത്. ബാക്കി ഏതാനും ആൾക്കാർ ഈ കാർഷിക ആനുകൂല്യങ്ങൾ നമുക്കൊന്നും കൊടുത്തിട്ടില്ല. ഏതാണ്ട് 19 ലക്ഷത്തിലേറെ രൂപയാണ് ഇതിനകത്ത് നിന്ന് അട്ടിമറിച്ചിരിക്കുന്നത്. 19 ലക്ഷമാണ്. പിന്നെ അതുകൂടാതെ സംഘത്തിന്റെ പരിധിയിൽ ഒരു സീഡ് പ്രൊജക്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ നിയമം അനുസരിച്ച് 2.5 ലക്ഷം രൂപ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന സുനിലിന്റെ കൈവശം കൺവീനറായിട്ട് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. 19 ലക്ഷം രൂപയുടെ കേസ് കൊടുത്ത അന്നത്തെ സെക്രട്ടറി ആയിരുന്ന മോഹൻദാസ് കോടതിയിൽ ഹാജരായില്ല. പ്രധാനപ്പെട്ട സാക്ഷികളെ വിസ്തരിച്ചില്ല. ഈ രേഖകളെല്ലാം വിവരാവകാശം വെച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഈ സംഘത്തിൽ നടന്നിരിക്കുന്ന നാളിതുവരെ നടന്നിരിക്കുന്ന സാമ്പത്തിക അഴിമതികൾ, കണക്ക് കാര്യങ്ങൾ ഇതെല്ലാം ഞങ്ങൾക്ക് ബോധ്യപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ അശ്രാന്തമായ പരിശ്രമം. നിലവിൽ എനിക്ക് മനസ്സിലാക്കിയത് മുൻ പ്രസിഡന്റ് കർഷകർക്ക് വേണ്ടിയല്ല പുള്ളി പണിയെടുത്തിരിക്കുന്നത്. പുള്ളി കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എന്ത് താല്പര്യത്തിനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. മുൻപ് പല അഴിമതികളും ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ സെക്രട്ടറിയും ഖജാൻജിയും പറഞ്ഞ പോലെ കുറേ അഴിമതിയും കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. അത് ചോദ്യം ചെയ്യാൻ ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. പിന്നെ ആരോ പുള്ളീനെ പെൻസി ഡ്രൈവ് ചെയ്യുന്നുണ്ട്. കർഷകർക്ക് ഗുണമില്ലാത്ത ഒരു പ്രസിഡന്റിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ പ്രസ്ഥാനം നശിച്ചു പോകും. രീതിയിൽ കൊണ്ടുപോകാൻ ഞാൻ കാര്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പല പ്രാവശ്യവും നമ്മുടെ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് പറയുക, അല്ലാതെയൊക്കെ പറഞ്ഞിട്ട് പോലും ഒരു പ്രവർത്തനം നടക്കും. പ്രത്യേകിച്ച് നമുക്ക് കാർഷിക രംഗം, ഇവിടെ നമ്മുടെ കർഷകർക്ക് കാർഷിക രംഗം നടത്തേണ്ട ഒരു ആവശ്യമാണ്. ഇന്ന് കൃഷിയാണ് നമ്മുടെ ആവശ്യം. കൃഷി മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മുടെ ഇവിടുത്തെ മാറ്റം കൊണ്ടുപോകാൻ.